സിനിമ കണ്ട് പിന്നീട് അച്ഛൻ എന്ത് സംസാരിച്ചു? പിന്നീട് നിങ്ങൾ സംസാരിച്ചു? ഞാൻ കണ്ടിട്ടില്ല അച്ഛനെ. ഇല്ല, യാത്രയായിരുന്നല്ലോ. യാത്രയിലായിരുന്നു. ദുബായിൽ നിന്നും എത്തിയോളെന്ന് എനിക്ക് തോന്നുന്നു, ഖത്തർ ദുബായി പോയിട്ട് അല്ലേ? അത് കഴിഞ്ഞപ്പോഴേക്കും കാണാൻ വീട്ടിൽ പോയിട്ട് ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മയും പ്രതീക്ഷയില് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യുന്നു. പക്ഷെ ഞാൻ അധികം ഈ പടത്തിനെ പറ്റി ഒന്നും അധികം പറഞ്ഞിട്ടില്ല. പറയണ്ടെന്ന് എല്ലാവരും വീട്ടിൽ പോലും പറഞ്ഞില്ല. കാരണം അച്ഛൻ ഈ എക്സൈറ്റ്മെന്റ് കാരണം ആരെങ്കിലും അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പറയില്ല. പക്ഷെ അറിയാണ്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ എനിക്ക് ടെൻഷൻ കാരണം ഞാൻ പറഞ്ഞില്ല. പക്ഷെ പടം കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. ഇത്തരമൊരു ക്യാരക്ടർ വലിയൊരു ക്യാരക്ടറാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലെ? വലിയൊരു ഭാരമാണ് ഡയറക്ടർ തന്നിരിക്കുന്നത്. മമ്മൂക്കാടെ ഒപ്പമാണ് ചെയ്യേണ്ടത്. അതൊരു ഭയപ്പെടുത്തിയിരുന്നു? തീർച്ചയായിട്ടും നല്ല ടെൻഷൻ ഉണ്ടായി. ആദ്യത്തെ 3-4 ദിവസം ഞങ്ങള് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ടിരിക്കും. ഭയങ്കര ടെൻഷൻ, എന്താ ചെയ്യണോടെ നമ്മളെ കൊണ്ട്. പക്ഷെ 5-ാമത്തെ ദിവസമൊക്കെ ഇപ്പൊ സിദ്ധാർത്ഥയുടെ മാറ്റം പറഞ്ഞു, ഇപ്പൊ വലിയ ടെൻഷൻ ഇല്ല, ഭയങ്കര സുഖം പറ്റി. നമുക്ക് ഇത് ചിലപ്പോ യൂസ്ഡ് ആയിട്ടുണ്ടാവും, അപ്പൊ അങ്ങനെ ഇരിക്കും. പിന്നെ പറഞ്ഞാല് രാഹുലേട്ടന്റെയും പിന്നെ എല്ലാവരുടെയും പറഞ്ഞു തരുമല്ലോ എന്താ ചെയ്യേണ്ടതെന്നുള്ള. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങോട്ടും പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 3-4 ദിവസം ഓട്ടോമാറ്റിക് അറിയാൻ പറ്റുമായിരിക്കും എന്താണ് എങ്ങനെ. അപ്പൊ അങ്ങനെ പതുക്കെ ട്രാക്കിലേക്കായി. മമ്മൂക്കായുമായിട്ടുള്ള ഡയലോഗുകൾ അല്ലെ, മമ്മൂക്കായുമായിട്ടുള്ള ചില ആക്ഷനുകൾ അല്ലെ എന്ന് ഞാൻ പറഞ്ഞു. സിനിമ കാണുമ്പോൾ അത് മറ്റുള്ള എന്താണെന്നുള്ളത്, അത്തരം സംഭവങ്ങൾ ചെയ്യുമ്പോൾ മമ്മൂക്കാരുടെ അടുത്താണ് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കേണ്ടത്. അതെങ്ങനെയാണ് നിങ്ങൾ രണ്ട് കൈകാര്യം ചെയ്തത്? അത് മമ്മൂക്ക തന്നെ 2 ദിവസം പതുക്കെ മാറ്റിയെടുത്ത്. നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സുഖമാണ് വർക്ക് ചെയ്യാനായിട്ട്. വർക്ക് സ്പേസിലേക്ക് എത്തി ആക്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ വേറെ ടെൻഷൻ. ഇപ്പൊ ഈ അപ്രിസിയേഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആ കോസ്റ്റാറും കൂടെ നമുക്ക് തന്നൊരു വാല്യൂ ആണ്. അങ്ങനെ നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് പുള്ളിയും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലേ അത് ഇപ്പൊ ഈ പറയുന്ന പോലെ നന്നായി എന്ന് പറയാൻ പറ്റുള്ളൂ. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ, അത് അങ്ങനെ ഒരു ഹെൽപ്പ് മമ്മൂക്കയുടെ ഭാഗത്ത്. മമ്മൂക്ക എല്ലാ പടത്തിലും എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന മമ്മൂക്ക അല്ല സെറ്റിൽ വരുമ്പോൾ, സെറ്റിൽ കാണുന്ന മമ്മൂക്ക അല്ല വീട്ടിൽ പോകുമ്പോൾ. മമ്മൂക്കയൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ് മമ്മൂക്ക. അത് ഒത്തിരി ഫലം കണ്ടിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും, കാരണം അത് അങ്ങനെ നമ്മളെ കംഫർട്ട് ആക്കിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റൂല ഒരിക്കലും. കാരണം ഭയങ്കര ചേട്ടൻ കണ്ടതല്ലേ പടം. അപ്പൊ അങ്ങനത്തെ പിന്നെ ഒരു മെജോറിറ്റി ടൈം എനിക്ക് ചെറിയ പേടിയുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായില്ല. ആ രീതിക്ക് അങ്ങനെ പോയി. ക്യാരക്ടറിന് ഒരു പേടിയുണ്ട്, അത് എളുപ്പം കൂടെ എനിക്ക് തോന്നുന്നു. സുഖമായിട്ടങ്ങടങ്ങ പോയി യാത്ര ചെയ്തു അല്ലെ? കട്ട് പറയുമ്പോ അങ്ങോട്ടേക്ക് കട്ട് പറയുമ്പോ ഈ അതിനകത്ത് എനിക്ക് ഏറ്റവും മനസ്സിൽ ഒരു വിഷമവും, ഞാൻ കണ്ട അച്ചു, ഞാൻ അച്ചു എന്ന് വിളിക്കണം കേട്ടോ, നമ്മൾ ചെറുപ്പം ഞാൻ കണ്ട അച്ചു ആ ഒരു സീനിൽ, ആ സീനിൽ ഞാൻ പറയുന്നില്ല, വീട്ടിൽ പുറത്തു പോയിട്ട് തിരിച്ചു വരുന്ന ആ സീനിൽ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമവും ഒന്ന് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ കണ്ട അച്ചു അല്ലാതെ അത് ചെയ്യുമ്പോഴുള്ള ഒരു അവസ്ഥ എന്തായിരുന്നു? വൃത്തിക്ക് ചെയ്യാന്നുള്ള തന്നെ ഉണ്ടായുള്ളൂ A to Z. ഇപ്പൊ ആ സീൻ മാത്രമല്ല, എല്ലാ സീനും നല്ല രീതിക്ക് എനിക്ക് ബ്രില്യന്റ് കേൾക്കണം. അതായിരുന്നു ഞങ്ങളുടെ ടാസ്ക്. കേൾക്കുന്നുണ്ടോ? അപ്പൊ അതന്നെയായിരുന്നു മാക്സിമം നല്ല ഔട്ട് കൊടുക്കുക, ഹാപ്പി ആക്കുക, എന്നാലും നമ്മൾ ഹാപ്പി ആവുള്ളൂ. ഇപ്പൊ ഡയറക്ടറിന് അല്ലെങ്കിൽ ആർക്കായാലും നമ്മൾ കൊടുക്കേണ്ട രീതിക്ക് അത് പ്രോപ്പർ കൊടുത്തെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു ഹൈ ആണ് ഷൂട്ടിംഗ് സമയത്ത്. അപ്പൊ ഞാൻ ഇടക്കിടക്ക് പറയാറുണ്ട്, നല്ല മൂഡ് കിട്ടി ചേട്ടാ ചെയ്ത് ഞാൻ സുധാരണ കൂടുതലും കേരളത്തിൽ ഉണ്ടാവാം. അപ്പൊ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ ഡിസ്കസ് ചെയ്യുന്നത് സിദ്ധുവേട്ടനായിട്ടായിരിക്കും. അപ്പൊ ഇന്ന് നല്ല മൂഡായിരുന്നു ചെയ്തത്, മറ്റേ സീൻ ഒത്തില്ല. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ ഭയങ്കര രസമായിരുന്നു പരിപാടി ചെയ്യുമ്പോൾ. അതായത് ഈ നമ്മൾ മനസ്സിൽ കണ്ട ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടർ ആർട്ടിസ്റ്റ് അവരുടെ ഒരു നമ്മൾ കണ്ടതിന്റെ ഒരു 50% കിട്ടിയാൽ തന്നെ നമുക്ക് ഹാപ്പിയാണോ, സംഭവം പൊളിക്കാം, വേറെ എടുക്കാം. അപ്പൊ അതന്നെ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മൾ മനസ്സിൽ കഥ ഒരു ക്യാരക്ടറെ മൈൻഡിൽ കണ്ടിട്ട് എഴുതുന്നത്. ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു മാനറിസും ഒക്കെ തുടക്കം തൊട്ട് എനിക്ക് ഇവരുടെ എല്ലാവർക്കും കിട്ടി. അതുകൊണ്ട് ആ സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആണ്, നോക്ക് എല്ലാം വർക്ക് ആവുന്നുണ്ട്. ഒന്നും പറയുന്നുമില്ല, പറഞ്ഞ ഇനി അടുത്ത ദിവസം വരും വേറെ എന്തെങ്കിലും ആയാലോ. അത് ബുദ്ധിപരമായിട്ട് നീക്കുവാണല്ലോ, പിന്നെ നല്ലതാണ്.
സിദ്ധാർത്ഥയുടെ നമ്മൾ അങ്ങനെ തന്നെയാണ് അതെനിക്ക് അപ്ലൈ കത്തിയല്ലോ. പെട്ടെന്ന് കത്തിയല്ലോ. ഈ കഥാപാത്രങ്ങൾ ഇപ്പം സിദ്ധാർത്ഥനും അർജുനും മറ്റു രണ്ട് കഥാപാത്രം, സിദ്ധാർത്ഥ് തുടക്കം മുതലുള്ള ഒരാളാണ് അല്ലേ, നമുക്കായി സിദ്ധാർത്ഥം തുടങ്ങും, അർജുൻ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരാളാണ്. ഈ സിദ്ധാർത്ഥ് തന്നെ അവിടെ എന്നുള്ള ഒരു സാധനം തീരുമാനിക്കാൻ ഡയറക്ടറിന് ഉണ്ടായിരുന്ന ഒരു ധൈര്യവും ആ ഒരു വിശ്വാസം എങ്ങനെയാണ്? സിദ്ധാർത്ഥാണ് ആ കഥാപാത്രം ചെയ്യേണ്ടത്. അത് നമ്മൾ ആ പ്രീ പ്രൊഡക്ഷന്റെ സ്റ്റേജിൽ ഫസ്റ്റ് മമ്മൂക്കയാണ് ഇതിൽ കാസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. അതിനുശേഷം എനിക്ക് ഇതുമാതിരി നമ്മള് ആ ഒരു ഈ ക്യാരക്ടറിന് ഒരു റോനെസ് ഉണ്ട്, ഒരു പ്രത്യേക ബോഡി ലാംഗ്വേജും, ഭയങ്കര നാസ്റ്റി ഫിൽത്തി അറ്റ്മോസ്ഫിയറിലാണ് ഭക്ഷണം കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മൾ ആലോചിച്ചിട്ട് എൻ്റെ ഒരു ഏഡിയാണ് ഇങ്ങനെ കുറെ സജഷൻ തന്നപ്പോൾ അതിലാണ് പെട്ടെന്ന് എനിക്ക് സിദ്ധുവിനെ ഫോട്ടോ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ആയത്. അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് സിദ്ധുവിനെ വിളിക്കും, നമുക്ക് ചെയ്യാം. ഏടി ദിന്നാഥ് പുത്തഞ്ചേരി, അതാണ് അവൻ കുറെ പറഞ്ഞിട്ട് പൊക്കി പറയാൻ അതിനെ കുറിച്ച് എല്ലായിടത്തും പറയണ്ടല്ലോ, എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ പറഞ്ഞ പോലെ സിദ്ധാർത്ഥ ഇപ്പൊ പറഞ്ഞ ഈ ക്യാരക്ടർ പറ്റിയാണ്. സിദ്ധാർത്ഥ വെറുതെ ഇരിക്കുമ്പോൾ ആ ഒരു സ്റ്റൈലാണ്, കൂടുതൽ ഓവറായിട്ട് സംസാരിക്കില്ല. എനിക്ക് കാഴ്ചപ്പാടിൽ കണ്ടേക്കണം, നമ്മൾ ചോദിക്കുന്ന മറുപടി എപ്പോഴും ബോഡി ലാംഗ്വേജ് സിദ്ധാർത്ഥ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിന് നിങ്ങൾ പറഞ്ഞ പോലെ കണ്ടെത്തിയ ക്യാരക്ടർ യാതൊരു മാറ്റവും ഇല്ല കേട്ടോ. ഇനി വേറെ ആളുണ്ടെന്ന് എനിക്ക് പറയാനും പറ്റില്ല. അടിപൊളിയാണ്. അർജുനിലേക്ക് എത്തുന്നത് ഇതേപോലെ തന്നെ അർജുന്റെ കണ്ണ് കണ്ടില്ല, ഭയങ്കര പവർഫുൾ സീരിയസ്ലി വെരി പവർഫുൾ ആയി. അപ്പൊ ഞാൻ ഫസ്റ്റ് അർജുനെ ആദ്യം നേരിട്ട് കാണുമ്പോ തന്നെ ഞാൻ പറഞ്ഞു ഐസ് ഭയങ്കര പവർഫുൾ ആണ്. അങ്ങനെ പിന്നെ കഥ പറഞ്ഞു, അർജുന ഭയങ്കര ഇഷ്ടമാവും. അല്ല, ആസിഫ് ആയിരുന്നു വന്നിരുന്നല്ലോ. ഫസ്റ്റ് മമ്മൂക്കയാണ് അതിലേക്ക് വരുന്നത്. അപ്പൊ എനിക്കിങ്ങനെ ഓപ്ഷൻസ്, ഇതെല്ലാം പ്രൊജക്ട്സ് എല്ലാം ഓണായി വരുന്നത് നമ്മുടെ ആർട്ടിസ്റ്റ് ഡേറ്റും ടെക്നീഷ്യൻസ് ഡേറ്റും എല്ലാം ആ ഒരു സ്പേസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ വിചാരിച്ച മാതിരി ആർട്ടിസ്റ്റിന് കിട്ടില്ല, ചിലപ്പോൾ വിചാരിച്ച മാതിരി കിട്ടും. അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു പ്രീ പ്രൊഡക്ഷന്റെ ഒരു മേജർ ഫേസ്. അപ്പൊ അങ്ങനെ കറക്റ്റാണ്. ആസിഫിനെ മീറ്റ് ചെയ്യും, സംസാരിക്കുകയും ചെയ്തു. ബട്ട് അർജുൻ ഇസ് ഡൺ ആൻ അമേസിംഗ് ജോബ്. അതുകൊണ്ട് വെരി ഹാപ്പി അർജുൻ ചെയ്തത്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ആ അർജുനിൽ വിധിച്ചത് തന്നെയാണത് അല്ലെ എല്ലാരും ഓരോർക്ക്. അതെ, തീർച്ചയായിട്ടും അർജുനിലേക്ക് തന്നെ അത് എത്തുകയും ചെയ്തുള്ളൂ. നിങ്ങൾ ഒരുമിച്ച് ഒരു സെറ്റിലുള്ളപ്പോഴാണെന്ന് തോന്നുന്നു, ആസിഫും അർജുനും ഒരുമിച്ചുള്ളപ്പോഴാണ്. ഞാൻ ഫസ്റ്റ് വിളി വന്നപ്പോ ആസിഫ് എനിക്കറിയില്ലായിരുന്നു അപ്പൊ ആസിഫ് ചെയ്യാറുന്ന ക്യാരക്ടറാണ്. ഞാൻ ആസിഫ് എടുത്ത് ആസിഫ ഞാൻ ഭൂതാരത്തിന്റെ ആക്ടർ അടിച്ചിട്ടുണ്ട്, മീറ്റ് ചെയ്യണം. ഞാൻ കേട്ട കഥയാ, നീ കേട്ടോ പൊളിപ്പരിപാടിയാന്ന് പറഞ്ഞു.